അത്യുന്നതനും കാരുണ്യവാനുമായ സ്തുതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അഗാപ്പെ ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ മാലാഖമാർ യേശുക്രിസ്തു ജനിച്ചപ്പോൾ ആട്ടിടയന്മാരുടെ അടുത്താണ് ആദ്യമായിട്ട് വന്ന് പറയുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. വിനീതരായ ആട്ടിടയന്മാർ അവരെ ഉണ്ണീശോയെ കാണുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്തു. ആദ്യത്തെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തവരാണവർ. അങ്ങനെ നമുക്കറിയാവുന്ന നന്മ ചെയ്ത് ജീവിക്കുന്ന, ദൈവകൃപയിൽ ജീവിക്കുന്ന അനേകം വ്യക്തികളെ നമ്മൾ അറിയുന്നു, അവരുടെ ചരിത്രങ്ങൾ അറിയുന്നു. അതിലൊരു വ്യക്തിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. സ്പെയിനിലുള്ള ദരിദ്രരായ ആടുമേച്ച് ജീവിക്കുന്ന ദമ്പതികൾക്ക് പന്തക്കുസ്താ ദിനത്തിലെ 1540 പന്തക്കുസ്താ ദിനത്തിൽ ഒരാൺകുഞ്ഞ് ജനിക്കുന്നു. അവരുടെ ഭാഷയിൽ പന്തക്കുസ്തായ്ക്ക് പാസ്കൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ആ കൊച്ചിനെ പാസ്കൽ എന്ന് പേരിട്ടു. ചെറുപ്പം മുതലേ പള്ളിയിൽ ചെന്നാൽ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയിരിക്കും. അതവൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അവർക്ക് തോന്നി. പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുന്ന, എപ്പോഴും ധ്യാനിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് അവർ കാണുന്നത്. പിന്നീട് ബാലനായി എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകും. പിന്നീട് ആടിനെ മേയ്ക്കാൻ അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ പിതാവിൻ്റെ കൂടെ പോയി. പിന്നെ അവൻ ഒറ്റയ്ക്ക് ആടിനെ മേയ്ക്കാൻ പോവുകയാണ്. അവന് വലിയ വിഷമമുണ്ട്. ആടിനെ മേയ്ക്കാൻ പോകുന്ന ദിവസങ്ങളിലെ പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അവനൊരു കാര്യം ചെയ്തു. ആടിനെ മേയ്ക്കുന്ന വടിയുടെ അറ്റത്ത് ഒരു മാതാവിന്റെ ചെറിയ രൂപം വെച്ചിട്ട് പള്ളിയിൽ താഴെ പള്ളിയിൽ മണിയടിക്കുമ്പോഴേ, കുർബാനയ്ക്കുള്ള മണിയടിക്കുമ്പോൾ അവൻ ആ വടി അവിടെ കുത്തി നിർത്തിയിട്ട് അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കും. അങ്ങനെ ഒരു പരിശുദ്ധ കുർബാന കാണുന്ന പ്രതീതിയോടുകൂടി അവനോടെ സമയങ്ങൾ നീക്കി അവനോടെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഒരിക്കൽ അവൻ ഈ വടിയിൽ നോക്കി, മാതാവിനെ നോക്കി പരിശുദ്ധ കുർബാനയെ ധ്യാനിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, കർത്താവേ, ഞാൻ അങ്ങയെ ഒന്ന് കാണട്ടെ. അപ്പോൾ തന്നെ പരിശുദ്ധ കുർബാന അന്തരീക്ഷത്തിൽ വന്ന് നിൽക്കെ അവൻ്റെ അടുത്ത് ഒന്നാവില സ്വീകരിക്കുകയും ചെയ്തു. ആദ്യം അവരോടും പറഞ്ഞില്ല. പിന്നെ എല്ലാ ദിവസവും അവൻ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. പിന്നീട് അവനൊരു ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. അവിടെ സന്യാസിയായിട്ടാണ് ജീവിക്കുന്ന, വൈദികനായിട്ടല്ല. അപ്പൊ അവന്റെ ഏറ്റവും പ്രധാന ഇഷ്ടവും ജോലിയും പരിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷയായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് അവന് വൈദികനാകാൻ സാധിച്ചില്ല? ഒരു ദിവസം ആ ആശ്രമത്തിൽ അനേകം ദൈവബലികൾ നടന്നു. ഒരു മടുപ്പ് കൂടാതെ അതിനകത്ത് ആത്മാർത്ഥയോടുകൂടി ഭക്തിയോടുകൂടി ശുശ്രൂഷയ്ക്ക് നിൽക്കും. അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ട് അവൻ ജീവിച്ചു. 1592 അവൻ പന്തക്കുസ്താ ദിനം 52-ാമത്തെ വയസ്സിൽ മരിച്ചു. പിന്നീട് വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ലിയോ 13-ാമൻ മാർപ്പാപ്പ പരിശുദ്ധ കുർബാനയുടെ എല്ലാ ആഘോഷങ്ങളുടെയും മധ്യസ്ഥനായിട്ട് ഈ വിശുദ്ധനെ വണങ്ങുകയും ചെയ്യാൻ കൽപ്പിച്ചു. അങ്ങനെയാണ് സഭയിൽ ഇപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ആഘോഷങ്ങളിലെല്ലാം പാസ്കലിനെ നമുക്ക് ഓർക്കണം, പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 32:10 പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല മാതൃകകൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശവും നമുക്ക് കാണാൻ സാധിക്കും. വിലാപങ്ങളുടെ പുസ്തകത്തിൽ
30-ാം അധ്യായം നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിരിക്കുന്നു. പ്രഭാഷകൻ 15:17 പറയുന്നു, ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ അനന്യതയെ വിലമതിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തെ ദൈവത്തെ സ്നേഹിച്ച് വിശ്വസിച്ച് ജീവിച്ചാൽ നമ്മൾ അനുഭവം കണ്ടു. എന്നാൽ പ്രസിദ്ധനായ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണക്കാരനായ വോൾട്ടയർ എന്ന വ്യക്തി, അദ്ദേഹം തൻ്റെ തൂലിക കൊണ്ട് ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ചൊരു മനുഷ്യനാണ്. നല്ല എഴുത്തുകാരനാണ്, ബുദ്ധിമാനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ സഭയോട് ബന്ധപ്പെടുകയും നിരീശ്വരവാദിയാവുകയും അങ്ങനെ ദൈവത്തിനും സഭയ്ക്കും മാർപ്പാപ്പായ്ക്കുമെതിരെ തൂലിക ചലിപ്പിക്കാൻ നല്ല നല്ല വാചകങ്ങളിൽ നല്ല രചനകൾ നടത്തി മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. അത് ഒത്തിരി വിജയം നേടി. അങ്ങനെ 5 വിപ്ലവം ഉണ്ടാവുകയൊക്കെ ചെയ്തു. പിന്നീട് വലിയ സമ്പന്നനായി. ഇങ്ങനെ തൻ്റെ എഴുത്തിലൂടെ അനേകം പ്രതിഫലം കിട്ടി. അദ്ദേഹം വലിയ സമ്പന്നനായി തീർന്നു. പക്ഷെ അദ്ദേഹം 1758 ഫെബ്രുവരി 25-ാം തീയതി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി ലോകത്തോടെ. 20 വർഷത്തിനകം ഞാൻ തിരുസഭയെ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റും. ദൈവം എന്ന് പറയുന്നത് ഒരു വ്യർത്ഥമായ ചിന്തയാണ്. അങ്ങനെ മനുഷ്യരെ കുത്തിവെച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഉന്നതനായി ജീവിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു രോഗിയായി. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ട അവസരം വന്നു. പിന്നീട് പലരും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുകയും പലരും അനുദപിക്കുകയും എന്നാൽ അദ്ദേഹത്തെ വെറുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇല്ലാതെ അദ്ദേഹം ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ വലിയ രോഗിയായി തീർന്നു. അങ്ങനെ ഏതാനും വർഷങ്ങളെ വീട്ടിൽ കിടക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് ഒരു കിളിവാതിലൂടെ അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം അവരെത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയായി. അത് അദ്ദേഹം കഴിക്കും. ആരുമായിട്ട് സമ്പർക്കമില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അദ്ദേഹം ഒരു മുറിയിൽ, തൻ്റെ വലിയ വീടിൻ്റെ ഒരു മുറിയിൽ മാത്രം ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ച് അദ്ദേഹം ഒരു മനുഷ്യനെ കാണാൻ പിന്നീട് ആഗ്രഹിച്ചു. പക്ഷെ പറ്റുന്നില്ല. കട്ടക്കൽ എഴുന്നേക്കാൻ മേലാത്ത അവസ്ഥയിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലിയ വീട്ടിൽ ഒരു മുറിയിലാണ് താമസിക്കുന്നത്. ആ മുറിയിൽ നിന്ന് കാണാവുന്ന അകലത്തിലെ ഒരു ചെറിയ വീടുണ്ട്. ആ വീട്ടിൽ ഒരു സ്ത്രീ തനിച്ചാണ്, വിധവയായ ഒരു സ്ത്രീ ജീവിക്കുന്നുണ്ട്. അവർക്കും അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് നോക്കുക പോലുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം ഈ ജനലിലൂടെ കൈയിട്ട് നോക്ക് ആ സ്ത്രീ അതിലെ പോകുമ്പോൾ വിളിക്കുകയാണ്. പക്ഷെ അവരത് കാണുന്നില്ല. അങ്ങനെ പല ദിവസങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ സ്ത്രീ കണ്ടു. അവർ വളരെ സംശയത്തോടു കൂടി അടുത്ത് വന്നപ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനായി, രോഗാവസ്ഥയിലായി, എഴുന്നേക്കാൻ വയ്യാതെ ജനൽക്കമ്പികളിൽ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അദ്ദേഹം യാചിച്ചു, എനിക്ക് വൈദികനെ ഒന്ന് കൊണ്ടുവരണം, ഒന്ന് കാണണം. അയാൾ കരയുകയാണ്. ആ സ്ത്രീ ഉടനെ ഇത് സത്യമാണെന്ന് അറിഞ്ഞു. അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായിരുന്നു ഓർത്ത് ആ സ്ത്രീ ഉടനെ പള്ളിയിലേക്ക് കൂടി. പള്ളിയിൽ ചെന്നപ്പോൾ വൈദികൻ ഇവിടെ പോയിരിക്കുകയാണ്. വളരെ മണിക്കൂറുകൾ അവിടെ കാത്തു നിന്ന് വൈദികനോട് പറഞ്ഞു. ഉടനെ വൈദികൻ ഓടി വീട്ടിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, വൈദികനും ഈ സ്ത്രീയും വന്ന് ജനലിൽ കൂടെ നോക്കുമ്പോൾ അദ്ദേഹം അവിടെ മരിച്ചു കിടക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 1758 ഫെബ്രുവരി 25-ാം തീയതിയാണ് അദ്ദേഹം പറഞ്ഞത്, 20 വർഷത്തിനകം ഞാൻ സഭയെ തുടച്ചു നിൽക്കുമെന്ന് പറഞ്ഞു. എങ്കിൽ 1778 ഫെബ്രുവരി 25-ാം തീയതിയാണ്, കൃത്യം 20 വർഷം തികയുന്ന ദിവസമാണ് അദ്ദേഹം മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്കൊക്കെ അറിയാം.
ദൈവം ഒരു അവസരം കിട്ടുമ്പോൾ കർത്താവിലേക്ക് തിരിയണം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാം തിരുവചനത്തിൽ പറയുന്നു, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം. പ്രഭാഷകൻ 5:7 പറയുന്നു, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുകയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് താമസിക്കരുത്. ഞാൻ എൻ്റെ ഈ അഗാപ്പെ ചാനലിന്റെ 5-ാമത്തെ കുമ്പസാരത്തെ കുറിച്ചാണ്. നിങ്ങൾ കേൾക്കണം. എൻ്റെ അനുഭവമാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കാം. നമുക്ക് കർത്താവിലേക്ക് തിരിയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.